വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ സമയം 11:46. എനിക്ക് 12:20 ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ പോകുന്നത് ഗൈനക്കോളജിയുടെ പേഴ്സണൽ ഡോക്ടറിൻ്റെ അടുത്താണ്. അതിന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ക്ലിനിക്കിലാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്കും ഡൗട്ട് വരുന്നൊരു കാര്യമാണ് ഇവിടുത്തെ നമ്മുടെ ഹോസ്പിറ്റൽ സിസ്റ്റമൊക്കെ. അപ്പോൾ യൂഷ്വലി നമ്മുടെ സാറ്റർഡേ സൺഡേ ഒന്നും നമ്മൾ ഈ നോർമലായിട്ട് നമ്മുടെ പേഴ്സണൽ ഡോക്ടർ അവൈലബിൾ ആയിരിക്കില്ല. മാത്രമല്ല അവർക്കൊരു ടൈമിങ്ങും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവരുടെ ടൈമിങ് നോക്കി പോകാമല്ലോ. അതല്ല കുറച്ച് എമർജൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിൽ നേരെ ചെന്നാൽ മതി. എന്തായാലും ലീഗലായിട്ട് ക്രൊയേഷ്യയിൽ നിൽക്കുന്ന ഒരാൾക്കും ഒരിക്കലും ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ ഡോക്ടറിൻ്റെ പേര് ഫിൻറി എന്നാണ്. ഫിൻറി ഗുഷ്ടെക് എന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലേഡീസ് ക്രൊയേഷ്യയിൽ ഫസ്റ്റ് ടൈം വരുമ്പോൾ ജനറലായിട്ട് പ്രാക്ടീഷണറെ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഗൈനക്കിനെ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ പേഴ്സണൽ ഡോക്ടറാക്കി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അതാവുമ്പോൾ പിന്നെ നമുക്ക് അന്നേരം കിടന്ന് ഓടേണ്ട ആവശ്യമില്ല. നേരത്തെ തന്നെ ഡോക്ടർ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമല്ലോ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കുന്ന ഒരു ഡോക്ടറെ തന്നെ ഫൈൻഡ് ചെയ്യുക കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നേഴ്സ് ഇംഗ്ലീഷ് സംസാരിക്കില്ലെങ്കിൽ പോലും ഡോക്ടർ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് മാൻഡേറ്ററി ആണ്. കാര്യം നേഴ്സിനെ സംബന്ധിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ഡോക്ടറിൻ്റെ കൂടെയുള്ള സംസാരം അങ്ങനെ അല്ലല്ലോ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടറിന് ലാംഗ്വേജ് അറിഞ്ഞേ പറ്റുള്ളൂ. ഇംഗ്ലീഷ് അറിയാത്ത ഡോക്ടർ ഉണ്ടോയെന്നൊന്നും നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട. കുറച്ച് പ്രായം ചെന്ന ഡോക്ടേഴ്സിനൊന്നും ഇംഗ്ലീഷ് അത്ര വശമില്ല കേട്ടോ. അപ്പോൾ ഒരു യൂഷ്വൽ ചെക്കപ്പ് റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ നേരെ യൂറിൻ എടുക്കാനാണ് പറയുക എന്നോട്. അപ്പം ഇവിടെ ബാത്റൂമിൽ തന്നെ ഇതുപോലെ കപ്പ് ഉണ്ടാവും. അപ്പോൾ പ്ലാസ്റ്റിക് കപ്പിൽ നമ്മൾ യൂറിൻ എടുത്ത് അവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പുറത്ത് പോയാൽ മതി. എല്ലാ പ്രാവശ്യവും എപ്പോഴും ചെക്കപ്പിന് ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാറുള്ളത്. $110 za 69, 68. Evo ga. Malo sjednete. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറിൻ്റെ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊരു 10 മിനിറ്റ്സ് ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ചെയ്യേണ്ട സമയമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ക്ലിനിക്കിലാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ എല്ലാ സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആവേണ്ട ടൈമാണ്. അപ്പോൾ നമ്മുടെ സാഗ്രബിൽ തന്നെയുള്ള ഗൈനക്കോളജിയുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് പെട്രോവ ഹോസ്പിറ്റൽ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. അതിനുള്ള അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റും ഡെലിവറിയും എല്ലാം അവിടുത്തെ ഹോസ്പിറ്റലിലായിരിക്കും. Лишнато. Jabuka? Има ябука. Ima. Окей, ябука. Još nešto? Ništa. Euro i 20.
അപ്പോൾ ഈ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.